പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ മുന്തിരിച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശു സംസാരിക്കുന്നത്. സാധാരണ ആളുകൾക്ക് അറിയുന്ന ഭാഷയിലും ശൈലിയിലും ഉദാഹരണത്തെ കാണിച്ചുകൊണ്ടാണ്. അധികം മഴയില്ലാത്ത ഇസ്രായേൽ നാട്ടില് പ്രധാനമായിട്ട് കൃഷി ഒന്ന് ഒലിവ്, അത് വെള്ളം കുറച്ച് മതി, മുന്തിരിക്കും വെള്ളം കുറച്ച് മതി. അതുപോലെ അത്തിമരം, സുവിശേഷങ്ങളിൽ നോക്കിയായി ബന്ധപ്പെട്ട് യേശു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പരിചിതമായ മുന്തിരി കൃഷി, മുന്തിരിച്ചെടി, അതിൻ്റെ പൂണിഞ്ഞ്, വെട്ടിയൊരുക്കല്, ഇതൊക്കെ യേശു മനോഹരമായിട്ട് ഉപമയിലൂടെ ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയുടെ പിതാവ് കൃഷിക്കാരനുമാകുന്നു, ഫലം തരാത്തതിനെ കൂടുതൽ കായ്ക്കാൻ വെട്ടിയൊരുക്കൽ പ്രക്രിയ, ഫലം കിട്ടാനായിട്ട് വെട്ടിയൊരുക്കൽ പ്രക്രിയയിലൂടെ കടന്നു പോകണം. ഈ മനുഷ്യ ജീവിതത്തിൽ വെട്ടിയൊരുക്കലുകൾ വരും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, സഹനങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ ഒരു വെട്ടിയൊരുക്കലാണ്. നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളായിരിക്കും അത്. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ കപ്പുച്ചിൻ സംഘത്തിൽപ്പെട്ട ആർമണ്ട് ദൈവദാസനായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ അധിപതാക്ഷൂരിൽ നിന്ന്. അപ്പോൾ ഈ നാമകരണ നടപടികളുടെ ആദ്യത്തെ പടിയാണ് ദൈവദാസ പദവി. രൂപത ഏറ്റെടുത്ത് അനുവാദമൊക്കെ വാങ്ങേണ്ടതിൻ്റെ ആരംഭ നടപടിയിലൂടെ കടന്നു പോവുകയാണ്. യാമണ്ഡത്തിൽ എനിക്ക് വലിയുണ്ട്. കാർത്തികടുത്തുള്ളപ്പോഴാണ് ഈ ഭവനം ആരംഭിക്കുന്നത്. ചില സ്ഥലമൊക്കെ എങ്ങനെയോ വാങ്ങി സംഘടിപ്പിച്ചു പട്ടാരത്ത്. അവിടെ താൽക്കാലികമായിട്ട് കെട്ടിടമൊക്കെ പണിതു ധ്യാനമന്ദിരത്തിന് വേണ്ടി. അതുകൊണ്ട് ഈ ഇടപെടലെല്ലാം വന്ന് ക്ഷണിച്ചു, എന്നെയും വന്ന് ക്ഷണിച്ചു. ഞാൻ ഈ ഏരിയയിലായിട്ട് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കിളിയമ്പലയ്ക്ക് മാറി. കിളിയമ്പല അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. അവിടുത്തെ ഒരു കിളിയമ്പലയാണ് അവിടുത്തെ പ്രധാന മേഖല. കിളിയമ്പലയിൽ ഇരിക്കുമ്പോൾ അച്ഛന് ക്യാൻസറായി ചികിത്സയിലാണ്. വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അച്ഛനെ സന്ദർശിക്കാനായിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്നോട് പറഞ്ഞ വാക്ക് എങ്ങനെയാണ്, എല്ലാ ആഹാരങ്ങളും കഴിക്കാം, വേദനയൊന്നുമില്ല. അപ്പം വളരെ അപ്പോൾ സാധാരണയായിട്ട് ക്യാൻസർ വന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, വേദനകളുണ്ട്, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കീമോതെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലാകുള്ളൂ. അപ്പം അച്ഛന് എന്നോട് പറഞ്ഞ യാതൊരു വിഷമങ്ങളും ഇല്ല, ആഹാരമെല്ലാം കഴിക്കാം, വേദനയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കാം. അത് കഴിഞ്ഞിട്ട് കുറേ ആളുകൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ കേന്ദ്രയാണ് സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പം അച്ഛനെ ദൈവദാസനായിട്ട് നമ്മുടെ രൂപതയിൽ നിന്നും ആദ്യമായിട്ട് ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നത് ആർമണ്ട് അച്ഛനെയാണ്. പിതാവിൻ്റെ കാര്യം പ്രോസസ് ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മുടെ ഈ മലബാർ മേഖലയിൽ 2-3 ദൈവദാസർ ഉണ്ട്. അത് കണ്ണൂർ രൂപതയിലാണ്. കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിരിക്കുന്നതാണ്. ഒന്ന് മകൻ പേത്ര ദീനദാസി, ഞാൻ അറിയുന്ന ആളാണ്. ഇടപ്പത്തോടൊപ്പത്തേക്ക് അവിടെ ഗവൺമെന്റ് ഉണ്ടായതുകൊണ്ട് അവിടെ എൻ്റെ അടുത്തൊന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ജീപ്പും ജീപ്പും ഒരു ബസ്സുമായിട്ട് ഊട്ടിയിടിച്ച് 3-4 സിസ്റ്റേഴ്സ് മരിച്ചു. അതിൽ പേത്ര ദീനദാസി ഉണ്ടായിരുന്നു, അവനെ മരിച്ചു. 4-5 സിസ്റ്റേഴ്സിൻ്റെ സംസ്കാര കർമ്മങ്ങൾ ഒന്നിച്ച് നടത്തി. അന്ന് ഞാൻ പോയി അതിൽ സംബന്ധിച്ചത് ഓർമ്മിക്കുകയാണ്. പേത്ര ദീനദാസി ദൈവദാസിയായിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ രൂപത വഴിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ സുക്കോളത്തിലാണ് ഈ മംഗല ഭാഗത്തൊക്കെ അച്ഛൻ്റെ സ്ഥാപിച്ച ദേവാലയമാണ് സുക്കോളത്തൻ. സുക്കോളത്തിൻ്റെ പ്രവർത്തന രംഗത്തെ ഒത്തിരി വീടുകൾ സാധുക്കൾക്ക് വന്ന് കൊടുത്തുള്ളതാണ്. സുക്കോളത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൽ ഒരു പ്രാവശ്യം പോവുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ ലളിതമായിട്ടാണ് ജീവിച്ചിരുന്നത്. അച്ഛൻ ഒത്തിരി വീടുകൾ പണിത് കൊടുത്തെങ്കിലും
ഓടിട്ട സീലിംഗ് ഒന്നുമില്ലാത്ത ഒരു ചെറിയ പള്ളിമുറി, അതിലൊരു ചെറിയ മരക്കട്ടിൽ, അതിലാരും വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരുന്നു അച്ഛൻ്റെ. ആ മുറി കണ്ടു കഴിഞ്ഞാൽ അറിയാം. മരിക്കുന്നവരെ എങ്ങനെ തന്നെയായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ സംസ്കാര കർമ്മങ്ങളിൽ ഞാൻ മാറത്താൻ കൊച്ചുകൊണ്ട് പോയി പങ്കെടുത്തത് സ്മരിക്കുക. പിന്നെ ഒരു സെലിം, അത് വിരാറ്റിൻ്റെ കാര്യമാണ്. ചെറുപ്പത്തിലെ ശിശു മരിച്ചു. ദീപദാസിയായിട്ട് പ്രിയാമ്പലത്തെ ഇവർ 4 പേരാണ് ദീപദാസ പദവിയിൽ വിമാനപാതിൽ നിന്നുള്ളത്. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 11-17 മുതലുള്ള വചനങ്ങളിൽ ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക. പൗലോസ്ലീഹാ പറയുന്നത് അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖയോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോട് കാണിക്കുകയില്ല. ആകയാൽ ദൈവത്തിന്റെ കാരുണ്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. ദൈവത്തിന്റെ കാരുണ്യവും നിന്റെ ശ്രദ്ധയിലിരിക്കണമെന്നാണ് പറയുന്നത്. ദൈവം കരുണയുള്ളവനാണ്. എന്നാൽ മനുഷ്യരിൽ അസന്ധ വന്നു കഴിയുമ്പോൾ കാരുണ്യം ഉണ്ടാകും. മനുഷ്യന്റെ പെരുമാറ്റവും ജീവിതശൈലിയും ഒക്കെ അനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രതികരണങ്ങൾ ഓരോ വ്യക്തിയോടും ഉണ്ടാവുക. നിയമാവർത്തന പുസ്തകത്തിൽ 28-1 പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനയെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാൾ ഉന്നതരാക്കുന്നതാണ്. ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനയെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ, അപ്പോൾ കൽപ്പനകൾ പാലിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം. അവിടെ നിയമപുസ്തകത്തിൽ പറയുന്നതാണ് നിയമ ആവർത്തനം. അപ്പോൾ മോശ വഴി നൽകപ്പെട്ട നിയമങ്ങൾ ആവർത്തിച്ച് വിശദീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നിയമാവർത്തന പുസ്തകം. അപ്പോൾ അതില് നിയമത്തെ കാണുന്നത് ദൈവത്തിന്റെ അഭീഷ്ടം നിറവേറ്റുക എന്നുള്ള, നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ നിയമം പാലിച്ചാൽ അത് ജീവനിലേക്ക് നയിക്കുന്നതാണെന്നാണ് പറയുക. ജീവനിലേക്കും നന്മയിലേക്കും നയിക്കുന്നതാണ് നിയമം. വ്യക്തമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. ഒരു യേശുവിന്റെ ദൈവിക സത്യം വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട്. ഏകോ ഏകി എന്ന് പറയും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഞാൻ ആടുകളുടെ വാതിലാണ്. യോഹന്നാൻ 10:7. ഞാൻ നല്ല ഇടയിലാണ്. ജോൺ 10:11. ഞാൻ പുനരുത്ഥാനം ജീവനുമാണ്. ജോൺ 11:26. ഞാൻ വഴിയും സത്യം ജീവനുമാണ്. യോഹന്നാൻ 14:6. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പ്രവാചകന്മാര് ശക്തമായ ശൈലിയിലും ഭാഷയിലും സംസാരിക്കുന്നവരാണ്. ഫലം വരാത്ത മുന്തിരിച്ചെടികള് ഒരു വൃക്ഷമാണെങ്കിൽ അത്തിമരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫലം വരാത്ത വെട്ടിയെത്തിക്കണം. ഈ മുന്തിരിച്ചെടിയും കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നവരതിന് വെട്ടിയൊരുക്കാറ്. മുന്തിരിച്ചെടിയും വെട്ടിയൊരുക്കാതെ അതിന് ഫലം അറിയുള്ളൂ. അതുകൊണ്ട് കൃഷിക്കാരനറിയുക അത് വെട്ടിയൊരുക്കി, അപ്പോഴാണ് കൂടുതലായിട്ട് ഫലം ലഭിക്കുക. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വെട്ടിയൊരുക്കൽ പ്രക്രിയയുടെ ഓരോ വ്യക്തി ഏതെങ്കിലും കാലഘട്ടത്തിലൂടെ കടന്നു പോകും. ഏതെങ്കിലും രോഗങ്ങളോ ഇഷ്ടമില്ലാത്ത വിഷമങ്ങളോ ഇവിടെ പ്രിയപ്പെട്ടവരുടെ വേർപാടോ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ജീവിതത്തിനെ കാലകാലങ്ങളായി ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ വെട്ടിയൊരുക്കലാണ്. നമ്മൾ നിരാശപ്പെടേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മെ വെട്ടിയൊരുക്കാനും നമ്മെ വിശുദ്ധീകരിക്കാനും ദൈവം തന്ന മാർഗങ്ങളായിട്ടാണ് വിശുദ്ധരായിട്ടുള്ള മനുഷ്യർ കാണുന്നത്. നമ്മുടെ വേദനയും സഹനവും അധ്വാനവും ഒക്കെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനും നമ്മളെ വിശുദ്ധീകരിക്കാനുമുള്ള മാർഗമായിട്ട് വിശുദ്ധരായിട്ടുള്ള മനുഷ്യർക്കാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ തന്നെയാണ്. ദൈവം എന്നെ ശിക്ഷിച്ചു എന്നുള്ളതല്ല, ദൈവം എന്നെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കാനും നന്മയുടെ വഴിയുടെ കൈപിടിച്ച് നടത്താനും വേണ്ടി
ദൈവം തരുന്ന സാഹചര്യങ്ങളാണ്, വഴികളാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഫലം നൽകുന്ന യഥാർത്ഥ മുന്തിരിത്തോട്ടം യേശുവാണ്. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ശാഖകൾ തന്നിനോട് ചേർന്ന് പല കൃഷികളും ചെയ്യാറുണ്ട്, ബഡ് ചെയ്യാറുണ്ട്. അതുപോലെ മാവിൻ്റെ ഒക്കെ തനി ഗുണം കിട്ടേണ്ടത് വേര് പിടിപ്പിച്ചിട്ട് തൈയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാവിൻ്റെ അതേ ഗുണം തന്നെ ഇങ്ങനെ പിടിപ്പിക്കുന്ന തൈയിൽ വളർന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാങ്ങയ്ക്കുണ്ട്. അപ്പോൾ അതൊരു പ്രവർത്തനമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബഡിങ്ങും പുഡിങ്ങും ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നാൽ ഒരു വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും. അതുകൊണ്ട് വരപ്രസാദം വഴി ദൈവകൃപയിൽ നിറഞ്ഞ് യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹീതരാകുന്നത്, ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവദാസനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ദൈവകൃപയിൽ ജീവിച്ചവരും തായ്തലിനോട്, യേശുവാകുന്ന തായ്തലിനോട് ചേർന്ന് നിന്നവരുമാണ്. വരപ്രസാദം വഴിയായിട്ടും ജീവിതത്തിന് നന്മ വഴിയായിട്ടും അങ്ങനെ ദൈവകൃപയിൽ ജീവിക്കാനും യേശുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തായ്തനായ യേശുവിനോട് ചേർന്ന് നിന്ന് യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകൃപയിൽ പരിവർത്തനം ചെയ്യാം. അപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ